Hello dear students. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ റെക്റ്റാങ്കുലർ റീജിയൻ ഡിസ്കസ് ചെയ്തു. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ റെക്റ്റാങ്കുലർ റീജിയൻ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഈ ഒരു തിയറം യൂസ് ചെയ്തിട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു തിയറം നോട്ട്ബുക്കിലേക്ക് എഴുതണം. ഫിബിനിസ് തിയറം ഫസ്റ്റ് ഫോം. If f of xy is continuous throughout the rectangular region R, a less than or equal to x less than or equal to b, c less than or equal to y less than or equal to d, then double integral over R f of xy dA equal to integral c to d integral a to b f of xy dx dy. അതായത് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇൻ്റഗ്രൽ സി ടു ഡി ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ. എക്സിൻ്റെ ലിമിറ്റാണ് എ ടു ബി കൊടുത്തിരിക്കുന്നത്. ദെൻ പുറത്തുള്ളത് വൈയുടേത്. ഓർ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് ഇൻ്റഗ്രൽ എ ടു ബി ഇൻ്റഗ്രൽ സി ടു ഡി എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ്. ഇവിടെ വൈ ആദ്യം വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് നമ്മൾ ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അതിൻ്റെ ലിമിറ്റാണ് സി ടു ഡി. ഓക്കെ, അപ്പോൾ റെക്റ്റാങ്കുലർ റീജിയൻ ആവുന്ന സമയത്ത് നമുക്ക് ഡി എക്സ് ഡി വൈ എന്നോ ഡി വൈ ഡി എക്സ് എന്നോ ഡി എനെ നമുക്ക് എഴുതാം. അപ്പോൾ ഡി എക്സ് ഡി വൈ എന്ന് എഴുതുന്ന സമയത്ത് ഉള്ളിൽ എക്സിൻ്റെ ലിമിറ്റ് എക്സ് വേരി ചെയ്യുന്നത് എ ടു ബി ആണ്. പുറത്ത് വൈയുടെ ലിമിറ്റ് വൈ വേരി ചെയ്യുന്നത് സി ടു ഡി ആണ്. അതേപോലെ തന്നെ ഡി വൈ ഡി എക്സ് എന്ന് എഴുതുമ്പോഴും അങ്ങനെ തന്നെ വരും. അപ്പോൾ ഈ ഒരു തിയറം യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്തത്. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എ റെക്റ്റാങ്കുലർ റീജിയൻ ഇവാലുവേറ്റ് ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ബൗണ്ടഡ് നോൺ റെക്റ്റാങ്കുലർ റീജിയൻ. അപ്പം ഇവിടെയും ഇതേപോലെ ഒരു നോൺ റെക്റ്റാങ്കുലർ റീജിയൻ ആണ് നമ്മുടെ റീജിയൻ എന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ മുമ്പ് ചെയ്ത അതേപോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു പാർട്ടീഷൻ എടുക്കുന്നു, ആറിൻ്റെ ഒരു പാർട്ടീഷൻ എടുക്കുന്നു. ആറിൻ്റെ പാർട്ടീഷൻ എന്ന് പറയുമ്പോൾ ആറിനെ നമ്മൾ റെക്റ്റാങ്കുലർ റീജിയൻസ് ആയിട്ട് തന്നെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആറിൻ്റെ പാർട്ടീഷൻ, ആ പാർട്ടീഷനെ പി എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പം ഇങ്ങനെ റെക്റ്റാങ്കുലർ റീജിയൻസ് ആയിട്ട് ഈ ഫിഗറിൽ കാണാം നിങ്ങൾക്ക്. ആ ആറിനെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ചില റെക്റ്റാങ്കിൾസ് പാർഷ്യലി ഇൻസൈഡ് ആർ ആയിരിക്കും, ചിലത് ഔട്ട്സൈഡ് ആർ ആയിരിക്കും. അപ്പം അങ്ങനെ പാർഷ്യലി ഇൻസൈഡ് ആർ ആയിട്ടുള്ളതിനൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അതിനെയൊക്കെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ബാക്കി കംപ്ലീറ്റ്ലി ഇൻസൈഡ് ആർ ആയിട്ടുള്ള റെക്റ്റാങ്കുലർ റീജിയൻസ് കൺസിഡർ ചെയ്യുന്നു. അതിന് ഓരോന്നിനും നമ്മൾ പേര് കൊടുക്കുന്നു. അതിൻ്റെ ഏരിയ, ഒരു ടിപ്പിക്കൽ റെക്റ്റാങ്കിളിൻ്റെ ഏരിയനെ നമ്മൾ ഡെൽറ്റ എ കെ എന്ന് പേര് കൊടുക്കുന്നു. ദെൻ ആ ഒരു റെക്റ്റാങ്കിളിൽ നിന്ന് ഒരു പോയിന്റ് എക്സ് കെ വൈ കെ എടുക്കുന്നു. എഫ് ഓഫ് എക്സ് കെ വൈ കെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഡെൽറ്റ എ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ഓരോന്നിനും ഓരോ റെക്റ്റാങ്കിളിനും നമ്മൾ അങ്ങനെ ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെയൊക്കെ സം കാണുന്നു. സമേഷൻ കെ ഈക്വൽ ടു 1 to n എഫ് ഓഫ് എക്സ് കെ വൈ കെ ഡെൽറ്റ എ കെ. ഇതിനെ തന്നെ നമ്മൾ റീമാൻ സം എന്ന് പറയുന്നത് എസ് എൻ എന്ന് ഡിനോട്ട് ചെയ്യും. ദെൻ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് നോം ഓഫ് ദ പാർട്ടീഷൻ. വട്ട് ഇസ് നോം ഓഫ് ദ പാർട്ടീഷൻ? ഇറ്റ് ഇസ് ദ ഏരിയ ഓഫ് ദി ലാർജസ്റ്റ് റെക്റ്റാങ്കിൾ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ ലാർജസ്റ്റ് റെക്റ്റാങ്കിൾ. അത് നമ്മൾ നോം പി ടെൻസ് ടു 0 കൊടുക്കുന്നു. അതിനെ വളരെ ചെറുതാക്കി എടുക്കുന്നു. ഓക്കെ, നോം പി ടെൻസ് ടു 0 ആകാൻ വേണ്ടിയിട്ട് നമ്പർ ഓഫ് എൻ അല്ലെങ്കിൽ എൻ നമ്പർ ഓഫ് റെക്റ്റാങ്കിൾസ് എൻ അത് ഇൻക്രീസ് ചെയ്താലും മതിയാകും. ഓക്കെ, ദെൻ വി കാൽക്കുലേറ്റ് ദ ലിമിറ്റ് നോം പി ടെൻസ് ടു 0 സമേഷൻ കെ ഈക്വൽ ടു 1 to n എഫ് ഓഫ് എക്സ് കെ വൈ കെ ഡെൽറ്റ എ കെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത് കൺവേർജ് ചെയ്യുന്നുണ്ട് എങ്കിൽ ദിസ് ലിമിറ്റ് ഇസ് കോൾഡ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ. ഓക്കെ, അപ്പോൾ നമ്മൾ റെക്റ്റാങ്കുലർ റീജിയനിൽ ഡബിൾ ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്തതുപോലെ തന്നെയാണ്
നോൺ റെക്ടാങ്കുലർ റീജിയനിൽ ഡബിൾ ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്യുന്നത്. ആകെ വരുന്ന ഒരു പ്രത്യേകത ഇതേ ഉള്ളൂ, കുറച്ച് റെക്ടാങ്കിൾസ് നമുക്ക് കൺസിഡർ ചെയ്യാതെ നമ്മൾ വിടുന്നുണ്ട്. ഓക്കെ, അത് മാത്രമേ വരുന്നുള്ളൂ. ദെൻ ഇനി വോളിയം കാണുന്നത്, if f of xy is positive and continuous over R, we define the volume of the solid region between R and the surface z equal to f of xy to be double integral over R f of xy dA as before. മുമ്പ് പറഞ്ഞ പോലെ തന്നെ വോളിയം എന്ന് പറയുന്നത് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി ആയിരിക്കും. If R is a non-rectangular region bounded above and below by the curve y equal to g2 of x and y equal to g1 of x, and on the sides by the lines x equal to a, x equal to b, we may again calculate the volume by the method of slicing. Method of slicing നമ്മൾ പഠിച്ചതാണ്. So we first calculate the cross-sectional area A of x. What is A of x? A of x will be equal to integral y equal to g1 of x to y equal to g2 of x f of xy dy, and then integrate a of x from x equal to a to x equal to b to get the volume of as an iterated integral. നമ്മൾ വോളിയം ഓഫ് സ്ലൈസിങ് ചെയ്തത്, വോളിയം ബൈ ദ മെത്തേഡ് ഓഫ് സ്ലൈസിങ്, അത് വെച്ച് നമ്മൾ ചെയ്ത അതേ കാര്യം ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ v ഈക്വൽ ടു ഇൻ്റഗ്രൽ a to b a of x dx എന്ന് കിട്ടും, which is equal to integral a to b integral g1 of x to g2 of x f of xy dy dx. ഇവിടെ y വേരി ചെയ്യുന്നത് g1 of x തൊട്ട് g2 of x വരെ ആയിരിക്കും. Then if R is a region bounded by the curve x equal to h2 of y and x equal to h1 of y, തൊട്ട് മുമ്പത്തതിൽ നമുക്ക് y ഈക്വൽ ടു g1 of x, y ഈക്വൽ ടു g2 of x അങ്ങനെയായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അതിന് പകരം നമുക്കിവിടെ x ഈക്വൽ ടു h2 of y, x ഈക്വൽ ടു h1 of y, ഇതാണ് ബൗണ്ട് ചെയ്യുന്ന രണ്ട് കർവ്സ്. ആൻഡ് ബൈ ദ ലൈൻസ് y ഈക്വൽ ടു c ആൻഡ് y ഈക്വൽ ടു d. ഇത് വരുന്നത് ഈ x ഈക്വൽ ടു h2 of y, x ഈക്വൽ ടു h1 of y എന്ന് പറയുന്നത് ആ റീജിയൻ്റെ രണ്ട് സൈഡ് ആയിരിക്കും. മുകളിലും താഴെയും y ഈക്വൽ ടു c, y ഈക്വൽ ടു d, ഈ രണ്ട് ലൈനുമായിരിക്കും ബൗണ്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് എങ്കിൽ വോളിയം കാൽക്കുലേറ്റ് ചെയ്യുന്നത് v ഈക്വൽ ടു ഇൻ്റഗ്രൽ c ടു d ഇൻ്റഗ്രൽ h1 of y ടു h2 of y f of xy dx dy. മുമ്പത്തതിൽ dy ആയിരുന്നു, ഇവിടെ dx dy. ഓക്കെ, അങ്ങനെ നമ്മൾ വോളിയം കാണും. എനിവേ വോളിയം എന്ന് പറയുന്നത് ജനറൽ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, v ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ r f of xy dA. ഇതാണ് ഇതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിബിനിസ് തിയറം തന്നെയുണ്ട്, നമുക്ക് അത് പഠിച്ചു വെച്ചാൽ മതി. സ്ട്രോങ്ങർ ഫോം, ഇഫ് f of xy is continuous on a region R, if R is defined by a less than or equal to x less than or equal to b, g1 of x less than or equal to y less than or equal to g2 of x with g1 g2 continuous on closed interval ab. അതായത് R എന്ന റീജിയൻ ബൗണ്ട് ചെയ്യുന്നത് g1 of x, g2 of x, x equal to a, x equal to b, ഈ നാല് കർവ്സ് വെച്ചിട്ടാണ് ആറിൻ്റെ ബൗണ്ടറി പറയുന്നത്. ദെൻ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി ഇൻ്റഗ്രൽ g1 of x to g2 of x f of xy dy dx. Again, if R is defined by c less than or equal to y less than or equal to d and h1 of y less than or equal to x less than or equal to h2 of y with h1 and h2 continuous on closed interval cd, then double integral over r f of xy dA equal to integral c to d integral h1 of y to h2 of y f of xy dx dy. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ ഇവാലുവേറ്റ് ചെയ്യുന്നത് നമുക്ക് ആർ ഏത് രീതിയിൽ തന്നിട്ടുണ്ട് എന്നുള്ളത് നോക്കിയിട്ടാണ്. അപ്പം ആർ തന്നിട്ടുള്ളത്
x equal to a, x equal to b and y equal to g1 of x, y equal to g2 of x. ഇങ്ങനെയാണ് തന്നിട്ടുള്ളതെങ്കിൽ ഈ ഫസ്റ്റ് ഫോർമുല യൂസ് ചെയ്ത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. തിരിച്ച് y varies from c to d and x varies from h1 of y to h2 of y. അങ്ങനെയാണ് എങ്കിൽ ഈ സെക്കൻഡ് ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, ദറ്റ് ഈസ് ഫെബിനേസ് തിയറം. വോളിയം കാണുന്നത് മുമ്പ് പറഞ്ഞ പോലെ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ.